ആലപ്പുഴയിൽ മുൻ SFI നേതാവ് പ്രതിയായ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അച്ചടക്ക നടപടി നേരിട്ട പ്രിൻസിപ്പലിന് ചുമതല തിരികെ നൽകാൻ നീക്കം. കായംകുളം MSM കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹയ്ക്ക് വീണ്ടും ചുമതല നൽകിയേക്കും. ഇന്നു ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യും. SFI നേതാവ് നിഖിൽ തോമസ് ഉൾപ്പെട്ട സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വീഴ്ച വന്നെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് മുഹമ്മദ് താഹയെ ചുമതലയിൽ നിന്നും നീക്കിയത്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഇദ്ദേഹത്തിന് തന്നെ വീണ്ടും ചുമതല നൽകാനുള്ള ആലോചന എന്തുകൊണ്ടാണ്? നേരിട്ട അധ്യാപകന് പ്രിൻസിപ്പൽ ചുമതല നൽകാനുള്ള നീക്കം ഇത് അപൂർവമാണ്. കാരണം നിഖിൽ തോമസുമായി ബന്ധപ്പെട്ട വ്യാജ PG പ്രവേശന കേസിൽ നേരത്തെ തന്നെ കേരള സർവകലാശാല ഇദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് നീക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. കൂടുതൽ അധ്യാപകർക്ക് അച്ചടക്ക നടപടി എടുക്കാനുള്ള തീരുമാനവും സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി MSM കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹിക്ക് വീണ്ടും ചുമതല നൽകുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രിൻസിപ്പലിന്റെ പൂർണ്ണ ചുമതല നൽകുന്ന ഫയൽ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതി ഈ ഫയലിന് അംഗീകാരം നൽകിയിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉപസമിതി യോഗം ചേർന്നത്. സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് കേരള സർവകലാശാല ഇദ്ദേഹത്തിനെതിരെയുള്ള കുറ്റമായി കണ്ടെത്തിയിരുന്നത്. രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് സർവകലാശാല എത്തിയതും. കാരണം കലിംഗ സർവകലാശാലയുടെ ഈ ഒരു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കോളേജിൽ ഹാജരാക്കിയെങ്കിലും അതുകൊണ്ട് ആധികാരികത പരിശോധിക്കുന്നതിൽ അന്നത്തെ പ്രിൻസിപ്പലിന്റെ ചുമതല ഉണ്ടായിരുന്ന മുഹമ്മദ് താഹ പരാജയപ്പെട്ടു എന്നുള്ളതായിരുന്നു കേരള സർവകലാശാല കണ്ടെത്തിയത്. തുടർന്നാണ് ഇദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് നീക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ ചുമതല നൽകുന്നതിനുള്ള ഒരു നീക്കമാണ് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന്.